നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളിൽ ഖാസിം എന്നവർ 2 വയസ്സിൽ താഴെ പ്രായത്തിൽ തന്നെ വഫാത്തായി പോയി. പിന്നീട് ത്വയ്യിബ്, ത്വാഹിർ എന്നീ പേരുകളിൽ കൂടി അറിയപ്പെട്ട അബ്ദുല്ലാഹി എന്ന മകൻ 16 മാസം കഴിഞ്ഞപ്പോൾ വഫാത്തായി. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മകൻ വിയോഗം തേടിയതിൽ വേദനയുണ്ട്, പക്ഷേ ആ അമ്മിഞ്ഞയുമ്പൊന്ന മുലയൂട്ടുന്ന പ്രായം പോലും കഴിയാത്തതിൽ വലിയ ദുഃഖമുണ്ട്. ആ മുലയൂട്ടിയൊന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നൊമ്പരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ഖദീജ, ആ മോനെ മുലയൂട്ടാൻ അല്ലാഹു ഹൂറികളെ വെച്ചിട്ടുണ്ട്. അവരുടെ മടിത്തട്ടിൽ കിടന്ന പൊന്നുമോൻ അബ്ദുള്ള അമ്മിഞ്ഞയുമ്പുന്നതിന്റെ ചെറു ചലനങ്ങളെയും ആ രംഗങ്ങളെയും കാണാൻ ആഗ്രഹമുണ്ടോ ഖദീജ? ഉടനെ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടുന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കാണേണ്ടതില്ല. കാരണം അത് 100ക്ക് 100 യാഥാർത്ഥ്യമാണ്. ആ സന്തോഷം അവിടുന്ന് പറഞ്ഞാൽ തന്നെ മതി, കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം പറഞ്ഞ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ അബ്ദുല്ലാഹി എന്നവർ. ഇനിയുള്ളതാരാണ്? ഇബ്രാഹിം എന്ന മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം. ആ ഇബ്രാഹിം എന്നവരെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരക മാരിയത്തുൽ ഖിബ്തിയിൽ നിന്നുള്ള മകനാണ്. ആ മകനും കുഞ്ഞു പ്രായത്തിലങ്ങ് വഫാത്തായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് ഇറനണിയുകയാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. അതബ്കി വഅൻത റസൂലുള്ളാഹ്, അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതരായിരിക്കെ കരയുകയാണ്.